മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഉപഭോക്താക്കൾ ഉപയോഗത്തിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ കാരണം ബുദ്ധിമുട്ടുന്നു. ഉപയോഗത്തിനിടയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നീല സ്ക്രീനാണ് ഉപഭോക്താക്കളെ വലയ്ക്കുന്നത്. തകരാറുകളുടെ സ്ക്രീൻഷോട്ടുകൾ വിൻഡോസ് ഉപഭോക്താക്കൾ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ലാപ്ടോപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിലാണ് തകരാറുകൾ സൂചിപ്പിക്കുന്ന നീല സ്ക്രീനുകൾ പ്രത്യക്ഷപ്പെടുന്നത്. തകരാറുകൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിഷയത്തിൽ മൈക്രോസോഫ്റ്റിന്റെ പ്രതികരണം. ലോകമെമ്പാടുമുള്ള വിൻഡോസ് വർക്ക്സ്റ്റേഷനുകളില് ഡെത്ത് ഏറ്ററിനെ സൂചിപ്പിക്കുന്ന നീല സ്ക്രീന് കണ്ടതിനെ തുടർന്ന് ബാങ്കുകള്, വിമാന സർവീസുകള്, ടെലികമ്മ്യൂണിക്കേഷന് കമ്പനികള്, ടെലിവിഷൻ, റേഡിയോ ബ്രോഡ്കാസ്റ്ററുകള്, സൂപ്പർമാർക്കറ്റുകള് എന്നിവയുൾപ്പെടെയുള്ള ബിസിനസ്സുകള് ഓഫ്ലൈൻ ആയിരുന്നു. സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ്സ്ട്രൈക്കിന്റെ റിപ്പോർട്ടുകള് പ്രകാരം ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ന്യൂസിലൻഡ് എന്നിവിടങ്ങളില് സാങ്കേതിക തകരാറുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തകരാറിന് സൂചിപ്പിക്കുന്ന സ്ക്രീനുകൾ പ്രത്യക്ഷപ്പെട്ടതായി പലയിടങ്ങളില് നിന്ന് പരാതി ലഭിച്ചതായും തകരാറിന്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ക്രൗഡ്സ്ട്രൈക്ക് അറിയിച്ചു. ഉപയോഗത്തിനിടയിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുകയും റീസ്റ്റാർട്ടാവുകയും ചെയ്യുന്നതാണ് ഉപഭോക്താക്കള് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മൈക്രോസോഫ്റ്റ് 365ന്റെ വ്യത്യസ്ത ആപ്പുകൾ ഉപയോഗിക്കുന്നതില് ഉപഭോക്താക്കൾക്ക് തടസ്സം നേരിടുന്നതായി മൈക്രോസോഫ്റ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഉപയോഗത്തില് പെട്ടെന്നുണ്ടായ വർധനവിനെ തുടർന്നുണ്ടായ ട്രാഫിക് ആകാം തടസ്സങ്ങൾക്ക് കാരണമെന്നാണ് മൈക്രോസോഫ്റ്റ് അഭിപ്രായപ്പെടുന്നത്. ഇതിനെ റീറൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തടസ്സങ്ങൾ ഉടന് പരിഹരിക്കുമെന്നും സമൂഹമാധ്യമമായ എക്സിലൂടെ മൈക്രോസോഫ്റ്റ് അറിയിച്ചു.